പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജെറമിയ 20:11. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും, അവർ എൻ്റെ മേൽ വിജയം വരികയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദിവസം കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, നമ്മൾ ദൈവവേല ചെയ്യുമ്പോൾ, കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ, നമ്മൾ നന്മ ചെയ്യുമ്പോൾ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, വേദന നിറഞ്ഞ അനുഭവങ്ങളുണ്ടാവും, ഹൃദയത്തെ മുറിപ്പെടുന്ന അനുഭവങ്ങളുണ്ടാവും, നമുക്ക് തകർച്ചകളിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഇതിലെല്ലാം നമുക്ക് അന്തിമ വിജയം നമ്മുടേതായിരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അടിയുറച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തയോടെ മുന്നേറുവാനായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ജെറമിയ പ്രവചനം 20:11. ജെറമിയ പറയാണ്, എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും, അവർ എൻ്റെ മേൽ വിജയം വരികയില്ല. ജെറമിയ 20 ഇമ്മറിൻ്റെ മകനും ദേവാലയത്തിൻ്റെ പ്രധാന മേൽവിചാരിപ്പുകാരനുമായ പാഷൂർ എന്ന പുരോഹിതൻ ജെറമിയ പ്രവാചകന് പ്രവചനം കേട്ടു. അവന് പ്രധാന പുരോഹിതനായിരുന്നു. അവൻ ജെറമിയയെ അടിച്ചു. അതിനുശേഷം ദേവാലയത്തിന് മുകളിലൊരു കൊണ്ടുപോയിട്ട് കെട്ടിയിടുകയാണ്. പിറ്റേ ദിവസം ആണ് ജെറമിയയെ അഴിച്ചുവിടുന്നത്. എന്നിട്ട് അതിനുശേഷം ജെറമിയ പ്രവാചകൻ കർത്താവിൻ്റെ സന്നിധിയിൽ പരാതി പറയുന്നതായിട്ടാണ് ജെറമിയ 20:7 മുതൽ നമ്മൾ കാണുന്നത്. ജെറമിയ കർത്താവിനോട് പറയുകയാണ്, ജെറമിയ വഞ്ചിക്കപ്പെട്ടതായിട്ട് ജെറമിയ പറയുകയാണ്. ദിവസം മുഴുവൻ പരിഹാസപാത്രമായി മാറുന്നു ജെറമിയ പ്രവാചകൻ. എല്ലാവരും അപഹാസിക്കപ്പെടുകയാണ്. ഇടപെടാതെ നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായി മാറുകയാണ് പ്രവാചകൻ. മറ്റുള്ളവർ ജെറമിയ പ്രവാചകനിൽ കുറ്റാരോപണം നടത്തുന്നതായിട്ട് ജെറമിയ പ്രവാചകൻ പറയുന്നു. സ്വന്തം കൂട്ടുകാർ ജെറമിയയുടെ വീഴ്ചയ്ക്കായിട്ട് കാത്തിരിക്കുന്നതായിട്ട് പറയുന്നു. അവർ ജെറമിയയുടെ വഴി തെറ്റുന്നത് നോക്കിയിരിക്കുകയാണ്. അവർ ജെറമിയയെ അറിയുന്നവരും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ വീണ്ടും പ്രതികാരം ചെയ്യുവാനായിട്ട് അവർ നോക്കിയിരിക്കുകയാണ്, തക്കം പാർത്തിരിക്കുകയാണ്. ഇതാണ് ജെറമിയയുടെ പരാതി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപക്ഷെ നമ്മളും ഇന്ന് ഇതേപോലെ പ്രവാചകനെ പോലെ അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. ദൈവത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി ജീവിതത്തിൽ നന്മ ചെയ്തിട്ട് മറ്റുള്ളവർ നമ്മളെ അസ്വസ്ഥതകളിലേക്കും വേദനകളിലേക്കും പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും തള്ളിവിടുന്ന അനുഭവം ഉണ്ടാകും. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനവും അതിരത്തിൽ നിക്ഷേപിച്ച ജെറമിയ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഈ പ്രകാരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വേദനകൾ ഉണ്ടാകുന്നുണ്ട്, തകർക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുകയാണ്, തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നമുക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. ഞെരുക്കം ഇല്ലാത്ത ഒരു അനുഭവം ദൈവം നമ്മൾക്ക് വാഗ്ദാനം ചെയ്തില്ല. പക്ഷേ ആ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തകർക്കപ്പെട്ടു പോകാതെ, നശിപ്പിക്കപ്പെട്ടു പോകാതെ കർത്താവ് നമ്മളെ കാത്തുകൊള്ളും. അതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. യോഹന്നാൻ സുവിശേഷം 16:33 പറയണം, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിന് ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. അപ്രകാരം ഈ ഒരു ബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമുക്ക് ഈ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകും. ഈ സമാധാനം നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നു, നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നു, നന്മ ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നാണ്. പക്ഷേ ജെറമിയ നമ്മളോട് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നാണ്. എന്നാൽ കർത്താവ് യോഹന്നാൻ സുവിശേഷം 16:33 പറയുകയാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിന് ഞാനിത് പറഞ്ഞിരുന്നു. ലോകത്തിന് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ പ്രശ്നങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്
കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും. റോമ 8:31 പറയാണ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവം നമ്മുടെ കൂടെയുള്ള ബോധ്യത്തിൽ നമ്മളായിരിക്കുക. ഒന്നിനും നമ്മളെ തകർക്കുവാനായിട്ട് സാധിക്കില്ല. മറ്റുള്ളവരുടെ വാക്കുകൾക്കോ മറ്റുള്ള പ്രവൃത്തികൾക്കോ മറ്റുള്ള മനോഭാവങ്ങൾക്കോ നമ്മളെ തകർക്കുവാനായിട്ട് സാധിക്കില്ല. എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരിക. വീണ്ടും 37 പറയണം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം നേടിയിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളുടെ മേലും നമുക്ക് ഇന്ന് വിജയമുണ്ട്. നമ്മളെ സ്നേഹിച്ച സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി നമ്മളുടെ സ്നേഹത്തെ പ്രതി സ്വന്തം പുത്രനെ നൽകിയ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളുടെ മേലും നമുക്ക് വിജയമുണ്ട്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം നേടുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അന്തിമമായ വിജയം നമ്മളുടേതാണ്. ലോകത്തിൽ തീർച്ചയായും ഞെരുക്കങ്ങളുണ്ട്. ധൈര്യമായിരിക്കുക. യേശു ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ട് യേശുവിലൂടെ നമുക്ക് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേലും പൂർണ്ണ വിജയമുണ്ട്. അതാണ് ജെറമ്യാ പ്രവചനം 11 ജെറമ്യാ പറയുന്നത്, എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും, അവർ എൻ്റെ മേൽ വിജയം വരികയില്ല. ഒരുപക്ഷെ ഇപ്പോഴും അവർ വിജയം വരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അന്തിമമായ വിജയം കർത്താവിൻ്റെതാണ്. കർത്താവ് വീരയോദ്ധാവിനെ പോലെ നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ സംരക്ഷിക്കും. തീർച്ചയായിട്ടും ദൈവം യേശു ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തന്നെ അന്തിമ വിജയമുണ്ടാവും. നമ്മൾ വിജയം വരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.